ഗുഡ് മോർണിംഗ്. സ്റ്റാർലൈറ്റ് മലയാളം ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് വരുന്ന ഗൈഡൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ അനുഗ്രഹങ്ങളും നിർദ്ദേശങ്ങളാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നതെന്ന് നോക്കാം. നിങ്ങളിൽ പലരും ഈ ഒരു മാർച്ച് മാസത്തിൽ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ്. എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിയിലേക്കാണ്, ഏത് ദിശയിലേക്കാണ് നീങ്ങേണ്ടത് എന്ന രീതിയിലുള്ള കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷനാണ്. അതായത് നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലാവാം, ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ധനം അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചിലർ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ ധനപരമായി നിക്ഷേപിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു ധനം അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ നേരിടുന്ന ഒരു സമയമാവാം. അത് നിങ്ങൾ ഒരുപാട് അധ്വാനിച്ച് നിങ്ങൾ വളരെയധികം കഠിന പ്രയത്നം ചെയ്ത് നിങ്ങളിലേക്ക് വന്നതാവാം. വളരെയധികം നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ധനം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് അനാവശ്യമായിട്ട് ചിലവാക്കാനായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങളത് നല്ല രീതിയിൽ അതിന് ഉപയോഗപ്പെടുത്തണം എന്ന ഒരു നല്ല ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ ജോലിയിലൊക്കെ നിങ്ങൾക്ക് ഒരു കഠിനമായ പരിശ്രമം ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ രാത്രിയും പകലും ഒക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ജോലി ഭാരം കൂടുന്നൊരു സമയമാണ്. രാത്രിയും പകലുമൊക്കെ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. ഒരുപാട് പ്രോജക്റ്റുകൾ പെട്ടെന്ന് തീർക്കേണ്ടതായ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി അതിൽ മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടത്, ഏത് വഴിക്കാണ് പോകേണ്ടത്, നിങ്ങൾ ആരോടെങ്കിലും അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവാനാണ് പറയുന്നത്. കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം തേടാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ശരിയായൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവരുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷനിലുള്ള കസിൻസുമായോ അതുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്കൊരു എംപറർ പദവി, ഒരു അധികാരം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഒരു പവർ. അതായത് നിങ്ങൾ ഒരു നല്ലൊരു നേതാവായി അംഗീകരിച്ച് അല്ലെങ്കിൽ അവർക്കൊക്കെ ഉപദേശങ്ങൾ നൽകുന്ന, നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എനർജി. അത് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിലാവാം, അല്ലെങ്കിൽ വീട്ടിലാവാം, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിലൊക്കെ ആണെങ്കിൽ, നിങ്ങളൊരു നേതാവാണെങ്കിൽ ആ ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് നിങ്ങളുടെ തീരുമാനത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളത് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടാവാം, ആ ഒരു നേതൃത്വ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു പവർ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു ഉയർച്ച വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു നല്ല സ്ഥാനം, നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതാവാം, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃസ്ഥാനത്തുള്ള ആരെങ്കിലും നിങ്ങളെയൊക്കെ സഹായിക്കുന്നതാവാം, പിതൃക്കളിൽ നിന്നൊക്കെ സഹായങ്ങൾ കിട്ടേണ്ട ഒരു സമയമാവാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് നല്ലൊരു ഉപദേശം നിങ്ങൾ സ്വീകരിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതാവാം. അങ്ങനെ ഒരുപാട് നിങ്ങളുടെ ആ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ ചിന്തിച്ച് ആ രീതിയിൽ പ്രവർത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ ടവർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു തകർച്ച വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമാവാം,
അല്ലെങ്കിൽ ഒരു പ്രണയമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാവാം. പക്ഷെ ആ ഒരു തകർച്ച നമ്മുടെ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. കാരണം അതിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് വരുന്ന ഒരു പുതിയ തുടക്കത്തിനും കൂടിയാണ്. ആ ഒരു ചേഞ്ച് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന ഒരു പുതിയ തുടക്കം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചിലരിത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവാം. ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ധനപരമായ നഷ്ടങ്ങളൊക്കെ സംഭവിച്ച്, അല്ലെങ്കിൽ പ്രണയം, ഒരു ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അത് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് അതിനൊരു നല്ല അവസരം, ഒരു പുതിയ അവസരങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടുതരും. ഇവിടെ തന്നെ അടുത്ത് പ്രണയ ബ്രേക്കപ്പൊക്കെ ആയിരിക്കുന്നവർക്ക് പുതിയൊരു പ്രണയം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. ആ പഴയ ഇതുകളൊക്കെ മാറിയിട്ട്, ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊരു വ്യക്തി, ഒരു ആത്മാർത്ഥ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സ്വേർഡ്സിൻ്റെ എനർജിയാണ് ഇവിടെ പറഞ്ഞല്ലോ. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു എനർജി നിങ്ങളിൽ പലർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ചോദിച്ച് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള തന്നെ ഉയർന്ന ഒരു മെച്ചേർഡായൊരു സ്ത്രീയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന മേഖലയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയാവാം. അപ്പം അവരുടെ തീരുമാനങ്ങൾ അവരുടേതായ രീതിയിൽ നല്ല അറിവും ബുദ്ധിയും ഒക്കെ ഉള്ള വ്യക്തികളാണ്. അപ്പം അവരോട് ചോദിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർഗനിർദ്ദേശം നൽകാൻ അവർക്ക് സാധിക്കും. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു നേട്ടമൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ജസ്റ്റിസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഒരു സമയം കൂടിയാണത്. അപ്പം നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളും, അതായത് ചീത്ത കർമ്മങ്ങളാണെങ്കിൽ അതിൻ്റെ ഫലം നെഗറ്റീവുമായിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മളിലേക്ക് എത്തുന്നൊരു സമയം കൂടിയാണ്. അപ്പം നമ്മളെപ്പോഴും നല്ല കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അപ്പോൾ ഈ ഒരു മാസം നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വരുന്നത് സാമ്പത്തികമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ച് അതിനൊരു തീരുമാനമെടുക്കാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങളിലേക്ക് നല്ലൊരു പവർ വരുന്നുണ്ട്, ഒരു അധികാര മാറ്റം വരുന്നുണ്ട്, ഒരു ചേഞ്ച് വരുന്നുണ്ട്. നിങ്ങളെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എന്തെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ എനർജിയുമായിട്ട് താരതമ്യം ചെയ്തു പോകുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു നഷ്ടം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കൊരു മാറ്റം, നിങ്ങൾക്കത് ആവശ്യമാണ്, യൂണിവേഴ്സായിട്ട് തരുന്നതാണ്. ആ ഒരു മാറ്റത്തിൽ നിന്ന് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം വരുന്നു. അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും മെച്ചേർഡായിട്ടുള്ള നിങ്ങളുടെ ചുറ്റിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും നിങ്ങൾക്ക് യോജ്യമായ നിങ്ങളുടെ എനർജിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരാളെ കണ്ടെത്തി ആ ആളുടെ ഒരു മാർഗനിർദ്ദേശത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, ആ ആളുടെ നിർദ്ദേശത്തോടു കൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൺഫ്യൂഷനായി ഒക്കെ മാറിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട സമയമാണ്. ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈ ഒരു മാർച്ച് മാസം നല്ലത് മാത്രം കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.